ഹായ് എവ്രി വൺ. അടുത്തതായിട്ട് നമുക്ക് ഡൊമസ്റ്റിക് അപ്ലയൻസസിനകത്ത് വരുന്ന ഗേസറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഗേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ വിച്ച് ഹീറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ടെമ്പറേച്ചർ ഓഫ് ദി വാട്ടർ സ്റ്റോർഡ് ഇൻ ഇറ്റ്. നമ്മളൊരു ടൈപ്പ് ഓഫ് വാട്ടർ ഹീറ്ററാണ് ഗേസർ എന്ന് പറയുന്നത്. അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാട്ടറിനെ ഹീറ്റ് ചെയ്തിട്ട് അതിന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാട്ടർ ഹീറ്ററാണ് ഗേസർ എന്ന് പറയുന്നത്. More efficient as the hot water can be directly drawn through a tap or at different points. നമുക്കതിൽ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാപ്പ് ഉപയോഗിച്ചിട്ട് ഹോട്ട് വാട്ടർ ഡയറക്റ്റ്ലി നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? മോർ എഫിഷ്യൻ്റ് ആണ്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഗേസറിനകത്ത് വരുന്നത് ദ ഔട്ടർ കേസിംഗ് ഈസ് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഷീറ്റ്. ഇതിൻ്റെ ഔട്ടർ കേസിംഗ് എങ്ങനെയാണ്? മൈൽഡ് സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ് ഔട്ടർ കേസിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നർ ടാങ്ക് ഈസ് മെയ്ഡ് ഓഫ് ഹെവി ഗേജ് കോപ്പർ. ഇന്നർ ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഹെവി ഗേജ് കോപ്പർ ഉപയോഗിച്ചിട്ടാണ്, വിച്ച് ഈസ് ട്വൻറ്റി ടു പ്രിവെൻറ്റ് ദ കൊറോഷൻ ഒഴിവാക്കാനായിട്ട് ടിൻ ഉപയോഗിച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ഔട്ടർ ആൻഡ് ദ ഇന്നർ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് ഗ്ലാസ് വൂൾ ആസ് ഹീറ്റ് ഇൻസുലേഷൻ ടു അവോയ്ഡ് ദ എക്സസ് ഹീറ്റ് ലോസ്. ഇപ്പോൾ ഹീറ്റ് ലോസ് ഒഴിവാക്കാനായിട്ട്, ഉള്ളിലുണ്ടാവുന്ന വാട്ടറിൻ്റെ ഹീറ്റ് പുറത്തേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഹീറ്റ് ലോസ് ഒഴിവാക്കാനായിട്ട് രണ്ട് ട്യൂബിൻ്റെ ഇടയ്ക്കായിട്ട് ഗ്ലാസ് വൂൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഹീറ്റിംഗ് എലമെൻറ്റ്സ് തെർമോസ്റ്റാറ്റ്, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പൈപ്പ്സ് ആർ ഫിറ്റഡ് ടു ദ ടാങ്ക്. ടാങ്കുമായിട്ട് നമുക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാം. ഡ്രെയിൻ പൈപ്പിൻ്റെ കവറുണ്ട്, അതുപോലെ ഉണ്ട് ഇൻലെറ്റ് കൊടുത്തിട്ടുണ്ട്, ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. 12 mm രണ്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉണ്ട്. പ്രഷർ റിലീസ് വാൽവ് ഉണ്ട്, അതുപോലെ തെർമോസ്റ്റാറ്റ് ഉണ്ട്. ഹീറ്റിംഗ് എലമെൻറ്റ് എല്ലാം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്യൂസിബിൾ പ്ലഗ് ഉണ്ട്, അതുപോലെ വെൻറ്റ് പൈപ്പും ഉണ്ട്. ഹീറ്റിംഗ് എലമെൻറ്റ്സ് ആർ സിമിലർ ടു ദോസ് ഓഫ് ഇമേർഷൻ ഹീറ്റേഴ്സ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ഷേപ്സ് ടു സ്യൂട്ട് ദ ടാങ്ക് സൈസസ് ആൻഡ് ദി സ്ക്രൂ ബേസ് എലമെൻറ്റ്സ്. ഇപ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇമേർഷൻ ടൈപ്പ് ഹീറ്റേഴ്സിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ്സ് പോലെ തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് സൈസിൽ ഡിഫറെൻറ്റ് ഷേപ്പിൽ ടാങ്ക് സൈസുമായിട്ട് സ്യൂട്ട് ആവുന്ന രീതിയിലും അതുപോലെ സ്ക്രൂ ബേസുമായിട്ട് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഡിഫറെൻറ്റ് ഷേപ്പിലും ഡിഫറെൻറ്റ് സൈസിലുള്ള ഹീറ്റിംഗ് എലമെൻറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ദ റേറ്റിംഗ് ഓഫ് ദി ഹീറ്റിംഗ് എലമെൻറ്റ്സ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദ കപ്പാസിറ്റി ഓഫ് ദ ഗേസർ. ഗേസറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അതിൻ്റെ ലിറ്റർ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ്സിൻ്റെ റേറ്റിംഗ് വരുന്നത്. അപ്പോൾ ഒരു 25 liters വരെ കപ്പാസിറ്റി ഉള്ള ഗേസർ ആണെന്നുണ്ടെങ്കിൽ 1 kilowatt വരെ എലമെൻറ്റ്സ് അതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ 50 liters ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റി 15 liters ആണെങ്കിൽ 2 kilowatt ഒക്കെ യൂസ് ചെയ്യും. അതുപോലെ 100 liters ആണെങ്കിൽ 3 kilowatt. അങ്ങനെയാണ് അതിൻ്റെ റേറ്റിംഗ് വരുന്നത്. ഡിഫറെൻറ്റ് കപ്പാസിറ്റി ഓഫ് ഗേസറിനനുസരിച്ചിട്ടാണ് ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. പല ഡിഫറെൻറ്റ് ഷേപ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്പൈറലായിട്ടുള്ള ടൈപ്പ് കണക്ഷൻ കാണാം, അതുപോലെ രണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്യൂബുകൾ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ദെൻ തെർമോസ്റ്റാറ്റ് ടു കൺട്രോൾ ദ കറണ്ട് ടു ദ ഹീറ്റിംഗ് എലമെൻറ്റ് ആൻഡ് ദെർബൈ റെഗുലേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ വാട്ടർ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 32 degrees Celsius ടു 88 degrees Celsius. ഇപ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റിലേക്കുള്ള കറണ്ട് കൺട്രോൾ ചെയ്യുക, ദെൻ ദെർബൈ റെഗുലേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ വാട്ടർ ടെമ്പറേച്ചർ. ഇപ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റിലേക്കുള്ള കറണ്ട് കൺട്രോൾ ചെയ്തിട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ റെഗുലേറ്റ് ചെയ്യുക. ഇറ്റ്സ് ബിറ്റ്വീൻ ദ 32 degrees Celsius ടു 88 degrees Celsius. 32 degrees Celsiusനും 88 degrees Celsiusനും ഇടയ്ക്കായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോസ്റ്റാറ്റ്സ് യൂസ് ചെയ്യുന്നത്. തെർമോസ്റ്റാറ്റ് യൂസ്ഡ് ഇൻ എ ഗേസർ ഈസ് ഓഫ് ട്യൂബ് ആൻഡ് റോഡ് ബൈമെറ്റൽ ടൈപ്പ്. അവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് റോഡ് ബൈമെറ്റൽ ടൈപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ട്യൂബ് ഫോമിലുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ബൈമെറ്റാലിക് ടൈപ്പ് റോഡിനെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അവൈലബിൾ ഇൻ സൈസസ് ഓഫ് 8 mm ഡയമീറ്റർ. സാധാരണ 8 mm ഡയമീറ്ററിലാണ് സൈസ് അവൈലബിൾ ആവാറുള്ളത്. ഡിഫറെൻറ്റ് ലെങ്ത്തിൽ 175 mm വരാറുണ്ട്, 275 mm, അതുപോലെ 450 mm, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഹൈറ്റ് ഓഫ് ദ ഗേസറിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഡിഫറെൻറ്റ് ഹൈറ്റിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെങ്ത്തിലുള്ള തെർമോസ്റ്റാറ്റ്സ് ആണ് അവൈലബിൾ ആവുന്നത്. ദെൻ തെർമോസ്റ്റാറ്റ്സ് ആർ ഫിക്സഡ് ഇൻ എ ട്യൂബ് ആൻഡ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഹീറ്റിംഗ് എലമെൻറ്റ്. അതൊരു ട്യൂബിൽ, തെർമോസ്റ്റാറ്റ്സ് ഒരു ട്യൂബിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഹീറ്റിംഗ് എലമെൻറ്റ്. ഹീറ്റിംഗ് എലമെൻറ്റിന് സീരീസ് ആയിട്ടാണ് തെർമോസ്റ്റാറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. The outer pipe is provided with a U-bend inside the tank to prevent the complete draining of the water from the geyser.
അപ്പോൾ ഈ ഔട്ടർ പൈപ്പ് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വെള്ളം പോകുന്ന പൈപ്പാണെന്നുണ്ടെങ്കിൽ ഒരു യു ബെൻഡ്, അതിൻ്റെ ടാങ്കിൻ്റെ ഇൻസൈഡിൽ അത് യു ബെൻഡ് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഗേസറിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് വെള്ളവും ഡ്രെയിൻ ഔട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു യു ബെൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. A pilot lamp is fitted on the outer case, indicating the automatic working of the unit. ഇപ്പോൾ ഈ യൂണിറ്റിൻ്റെ ഓട്ടോമാറ്റിക് വർക്കിംഗ് കാണിക്കാനായിട്ട് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പുറത്തൊരു പൈലറ്റ് ലാമ്പും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കേസിലൊരു പൈലറ്റ് ലാമ്പും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. A fusible plug is fitted on the top of the unit to protect the inner tank to release the excess pressure that may be developed due to the failure of the thermostat. ഇപ്പോൾ തെർമോസ്റ്റാറ്റിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എക്സസ് ഉണ്ടാവുന്ന പ്രഷർ റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒരു ഇന്നർ ടാങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു ഫ്യൂസിബിൾ പ്ലഗ് ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് when a geyser is fitted initially, ഇപ്പോൾ ഗേസർ നമ്മൾ ഇനീഷ്യലി ഫിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ ഇൻലെറ്റ് കോക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇന്നർ ടാങ്ക് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ട കാര്യമാണിത്. ഫിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ അതിൻ്റെ ഇൻലെറ്റ് കോക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് വെള്ളം ഫില്ല് ചെയ്ത് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. വെൻ സ്വിച്ച്ഡ് ഓൺ ദ ഹീറ്റർ ഹീറ്റ് ദ വാട്ടർ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം എന്തായിരിക്കും, ഹീറ്റ് ആയിക്കോളും. വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ റീച്ചസ് ടു എ സെറ്റ് വാല്യൂ ദ തെർമോസ്റ്റാറ്റ് ഡിസ്കണക്ട്സ് ദ ഹീറ്റർ ഫ്രം ദ സപ്ലൈ. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത വാല്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് എന്ത് ചെയ്യും, നോർമലി ഡിസ്കണക്റ്റ് ആയിട്ട് സപ്ലൈയിൽ നിന്നും നോർമലി തെർമോസ്റ്റാറ്റിൻ്റെ കണക്ഷൻ എന്ത് ചെയ്യും, ഡിസ്കണക്റ്റ് ചെയ്യും. ദ വാട്ടർ ഡ്രോൺ ഫ്രം ദി ഔട്ട്ലെറ്റ് പൈപ്പ് റെഡ്യൂസസ് ദ ടെമ്പറേച്ചർ ആൻഡ് ഹെൻസ് ദ തെർമോസ്റ്റാറ്റ് റീകണക്ട്സ് ദ ഹീറ്റർ വിത്ത് സപ്ലൈ. നമ്മൾ ഔട്ട്ലെറ്റ് പൈപ്പിലൂടെ നമ്മൾ വാട്ടർ ഡ്രോൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, റെഡ്യൂസ് ആകും. അങ്ങനെ റെഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹീറ്റർ എന്ത് ചെയ്യും, സപ്ലൈയുമായിട്ട് റീകണക്ട് ചെയ്യും. പ്രോപ്പർ ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യും, ഹീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റീകണക്ട് ചെയ്യും. അതിൻ്റെ കെയറിങ്ങും മെയിൻ്റനൻസും നോക്കുകയാണെങ്കിൽ സാധാരണ ലെസ് മെയിൻ്റനൻസ് മാത്രമേ അതിന് ആവശ്യമുള്ളൂ. ദ സ്കെയിൽ ഡെപ്പോസിറ്റ്സ് ദാറ്റ് മേ അതർ ടു ദ ഇൻസൈഡ് സർഫസ് ഷുഡ് ബി റിമൂവ്ഡ്. അതിൻ്റെ ഉള്ളിലായിട്ട് സ്കെയിൽസ് പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കായിട്ട് ചെക്ക് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ആൻഡ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ കണ്ടൻറ്റ് ഇൻ ദ വാട്ടർ. ഈ വാട്ടറിനകത്ത് നിൽക്കുന്ന മെറ്റീരിയൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടറിലുള്ള മിനറൽ കണ്ടൻറ്റിന് അനുസരിച്ചായിരിക്കും, വാട്ടറിൽ ഉള്ള മിനറൽ കണ്ടൻറ്റിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ സ്കെയിൽസിൻ്റെ ഡെപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ചില വാട്ടറിൽ ചില ഏരിയയിലാണെങ്കിൽ വെള്ളത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും, മിനറൽ കണ്ടൻറ്റിന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ മിനറൽ കണ്ടൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. The only care required is not to energize the geyser without initially filling with the water. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം ഫില്ല് ചെയ്യാത്തൊരു കണ്ടീഷനിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഗേസറിനെ നമ്മൾ എനർജൈസ് ചെയ്യാൻ പാടില്ല. ഇനീഷ്യലി നമ്മൾ വാട്ടർ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിനകത്തേക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി വാട്ടർ ഹീറ്ററിൻ്റെ അല്ലെങ്കിൽ ഗേസറിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ആണ്. നോ ഹോട്ട് വാട്ടർ, നമുക്ക് ചൂടുള്ള വെള്ളം കിട്ടുന്നില്ല, ഒന്നായിരിക്കും ഒന്നുകിൽ ഫ്യൂസ് ബ്ലോൺ ഔട്ടായി പോയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഫ്യൂസ് റീപ്ലേസ് ചെയ്യുക. ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ വയറിങ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓൾ ദ വേ ഫോർ ബ്രോക്കൺ വയർ ഓർ ലൂസ് കണക്ഷൻ, എന്തെങ്കിലും ലൂസ് കണക്ഷനോ അതുപോലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്രോക്കൺ വയറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഹീറ്റർ കണ്ടൻറ്റ് ബേൺ ഔട്ട്, അതിൻ്റെ ഹീറ്റർ കണ്ടൻറ്റ് ബേൺ ഔട്ടായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എലമെൻറ്റ്സ് ബേൺ ഔട്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഇൻസഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹോട്ട് വാട്ടർ ആൻഡ് ലെസ് ഹോട്ട്, വേണ്ടത്ര ഹോട്ട് വാട്ടർ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ചൂട് കുറവാണ് എന്നുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ് ചിലപ്പം വളരെ കുറവായിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യുക, തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ് ചെക്ക് ചെയ്യുക. എപ്പോഴും ഒരു 60 ഡിഗ്രിക്കും 65 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഇടയ്ക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ ലോവർ ഹീറ്റിംഗ് എലമെൻറ്റ് ബേൺ ഔട്ട് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ ചൂട് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ ലോവർ ഹീറ്റിംഗ് എലമെൻറ്റ് ചെക്ക് ചെയ്യുക, അത് ബേൺ ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ദെൻ കപ്പാസിറ്റി ഓഫ് എ ടാങ്ക് ഈസ് ഇൻസഫിഷ്യൻറ്റ് ഫോർ വൺസ് നീഡ്. പ്രോപ്പറായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നോർമലായിട്ടും അയാളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അത്രയും കപ്പാസിറ്റി ചിലപ്പോൾ ടാങ്കിന് ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുക. എക്സ്പ്ലെയിൻ ടു ദ യൂസർ ഇഫ് ടാങ്ക് കപ്പാസിറ്റി ഈസ് ടു സ്മോൾ. ടാങ്ക് കപ്പാസിറ്റി ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസറുമായിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ കംപ്ലയിൻറ്റ് അതാണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ കോൺസ്റ്റൻ്റ്ലി റിപ്പീറ്റഡ്ലി ബ്ലോയിങ് ദ ഫ്യൂസ്.
ഫ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ബ്ലോൺ ഔട്ടായി പോകുന്നുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടോ ഫ്യൂസ് ബ്ലോൺ ഔട്ടായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ടഡ് ഹീറ്റിംഗ് എലമെൻറ്റ് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നതിൽ പ്രോബ്ലം ഉണ്ടാവും. ദെൻ ചെക്ക് ദ ഹീറ്റർ എലമെൻറ്റ് ഫോർ ഗ്രൗണ്ട്. ഹീറ്റിംഗ് എലമെൻറ്റിൽ ഗ്രൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഗ്രൗണ്ടഡ് ലീഡ് വയർ ഗ്രൗണ്ടായി പോവുകയാണെങ്കിലും ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇൻകറക്റ്റ് കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കണക്ഷൻസ് എല്ലാ ഭാഗത്തും അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ചെക്ക് ചെയ്യാം. ദെൻ സ്റ്റീം ഇൻ നോട്ട് ഹോട്ട് വാട്ടറിൽ സ്റ്റീം വരികയാണെന്നുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റ് ഇംപ്രോപ്പർ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. വയറിങ് ചെക്ക് ചെയ്യുക, കണക്ഷൻ നമ്മൾ പ്രോപ്പറാക്കി കൊടുക്കുക. തെർമോസ്റ്റാറ്റ് കോണ്ടാക്ട്സ് ബേൺഡ് ടുഗെദർ. തെർമോസ്റ്റാറ്റിൻ്റെ കോണ്ടാക്ട്സ് ബേൺ ആയി പോവുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ ഗ്രൗണ്ടഡ് ഹീറ്റിംഗ് എലമെൻ്റ് ആണെങ്കിലും ഉണ്ടാവും, ഗ്രൗണ്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തെർമോസ്റ്റാറ്റ് ടു ഹൈ ഓർ ഔട്ട് ഓഫ് കാലിബ്രേഷൻ. തെർമോസ്റ്റാറ്റ് ഹൈ പൊസിഷനിലായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് കാലിബ്രേഷനിലാണെങ്കിൽ തെർമോസ്റ്റാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, റീസെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഹൈ കൺസംഷൻ ഓഫ് പവർ ലീഡിങ് ടു ഇൻക്രീസ്ഡ് ഇലക്ട്രിസിറ്റി ബില്ല്. ഭയങ്കരമായിട്ട് പവർ വലിക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോസറ്റ്സ് അല്ലെങ്കിൽ ടാപ്സിൽ ലീക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ വാഷറിലാണ് കംപ്ലയിൻ്റ് എങ്കിൽ ലീക്കിംഗ് ഫോസറ്റ്സിലൊക്കെ ഉണ്ടെങ്കിൽ ലീക്കിംഗ് ഫോസറ്റ്സ് വരുന്നതിൽ വാഷറിൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സസീവ്ലി എക്സ്പോസ്ഡ് ഹോട്ട് വാട്ടർ പൈപ്പ്സ് എക്സസീവായിട്ട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ ലൈൻസ് ഷുഡ് ബി ആസ് ഷോർട്ട് ആസ് പോസിബിൾ. അതിൻ്റെ ഹോട്ട് വാട്ടർ പൈപ്പ്സ് എക്സസീവായിട്ടും എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും അതുപോലെ കൂടുതലായിട്ട് ഹീറ്റ് പുറത്ത് പോകുമ്പോൾ അതിനനുസരിച്ച് കറണ്ട് വലിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ഹോട്ട് വാട്ടറിൻ്റെ ലൈൻസ് ഷോർട്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ തെർമോസ്റ്റാറ്റ് സെറ്റിംഗ് ഹൈ ആയിട്ടിരിക്കുകയാണെങ്കിലും റീസെറ്റ് ചെയ്യുക. നമ്മൾ അതിന് 60 ഡിഗ്രി സെൽഷ്യസിനും 65 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ ഷോർട്ട് ടു ഗ്രൗണ്ട് ഇൻ ദ ഹീറ്റിംഗ് എലമെൻറ്റ് ഗ്രൗണ്ടായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഗ്രൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സ്കെയിൽ ഡെപ്പോസിറ്റ്, ഹീറ്റിംഗ് യൂണിറ്റ്സിൽ സ്കെയിൽ ഡെപ്പോസിറ്റ് വരികയാണെങ്കിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ യൂണിറ്റ് റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ദെൻ ലീക്കിംഗ് ടാങ്ക് ലീക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലീക്കേജ് അറൗണ്ട് തെർമോസ്റ്റാറ്റ് ആൻഡ് ഹീറ്റിംഗ് യൂണിറ്റ് ഫ്ലാഞ്ചിലോ അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിൻ്റെ അടുത്തായിട്ടായിരിക്കും ആ ഒരു ലീക്കേജ് വരുന്നത്. അപ്പോൾ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഭാഗത്തും ലീക്കേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം.